ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിലിപ്പോൾ അനുദിനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പുതിയ ചിന്തകളുമായി ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ്. ഇത് വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് എന്നാരും വിചാരിക്കരുത്. പ്രത്യുത ആശയങ്ങളുടെ പുതുമ കൊണ്ടാണ്. ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങളേവരും കേരളത്തിലെ പൊതുജനത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ആശയങ്ങളോട് കൂറുള്ളവരാണ്, താല്പര്യമുള്ളവരാണ് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്രകാരമുള്ള വീഡിയോകൾ ചെയ്യുന്നത്. എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താകുകയില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നാളെയും ചിലപ്പോൾ മറ്റന്നാളും മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ എൻ്റെ മനസ്സിലിപ്പോൾ ഉദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പുതിയ പുതിയ ചിന്തകൾ കഴിയുന്നത്രയും സംക്ഷിപ്തമായി നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കേരളത്തിലെ പൊതുജനം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന സവിശേഷമായ യാഥാർത്ഥ്യവും മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ചിന്താ കേന്ദ്രം. ഇത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാകയാൽ ഞാൻ ആ പശ്ചാത്തലം ആദ്യമേ സൂചിപ്പിക്കട്ടെ. വേദപുസ്തകത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ആശയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഉദാഹരണമായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു അംശം എടുക്കുന്നു, അത്രമാത്രം. ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന് 2-ാം അധ്യായത്തിൻ്റെ 21. ഞാൻ ഈ നോട്ട്സ് നിങ്ങൾക്ക് കാണത്തക്കവണ്ണം ക്യാമറ ലെൻസ് എൻ്റെ ടെലിവിഷൻ എൻ്റെ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് വളരെ കൃത്യമായി ഫോളോ ചെയ്യാൻ സഹായിക്കും. തന്നെയുമല്ല, എൻ്റെ മുഖം കണ്ട് കൂടുതൽ വിരസത അനുഭവിക്കുന്ന ഗതികേട് നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന 2 പ്രത്യേകമായ നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവിടെ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ആദാമിന് ഉറക്കം വരുത്തി അവൻ്റെ ഭാര്യയിലെടുത്ത് അതിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 23-ാം വാക്യം വരുമ്പോൾ ആദാം ഹവ്വയെ ആദ്യമായി കാണുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ആദാം, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന പേരാകും എന്ന് പറയും. ഇത് വളരെ വളരെ ശ്രദ്ധേയമായ അത്ഭുതാവഹമായ ഒരു പ്രതികരണമാണ്. തൻ്റെ മുൻപിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീയെ കാണുകയാണ്. എന്താണെന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു പുതിയ തിരിച്ചറിവ് ഒരു സൂര്യോദയം പോലെ ഇടം പിടിക്കുകയാണ്. ഹവ്വയെ ആദം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇതിനേക്കാൾ അപ്പുറം കാവ്യാത്മകമായി സ്ത്രീ പുരുഷ ബന്ധത്തെ ആവിഷ്കരിക്കുവാൻ ലോകത്തിൽ ഒരു സാഹിത്യത്തിനും ഒരു ഫിലോസഫിക്കും സാധിച്ചിട്ടില്ല എന്ന് ഈ വക കാര്യങ്ങളോട് അല്പം അടുപ്പമുള്ള എനിക്ക് വളരെ ആത്മധൈര്യത്തോടെ പറയാൻ സാധിക്കും. നിങ്ങളൊരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു പുരുഷനായ നിങ്ങളാണെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ, ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ് എന്ന ചോദ്യം നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൻ്റെ വിദൂര വിഹായസിൻ്റെ ഏതെങ്കിലും എന്താ പറയുക, ഒരു മൂലയിൽ പോലും വരാൻ സാധ്യതയില്ല. എന്നാൽ ആദാം സ്ത്രീയോട് ആദ്യമായി പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്, സൂക്ഷ്മമാണ്, മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിൻ്റെ അർത്ഥം ആദാം ശാരീരികമായി ഹവ്വയോട് ബന്ധം പുലർത്തുന്നതിന് മുൻപ് ബൗദ്ധികമായും ആത്മീകവുമായും ബന്ധം പുലർത്തി. ദിവസം പറയുന്നത് ആദാം ഹവ്വയെ അറിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആഡം ന്യൂ ഈവ്. അപ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതിഭാസം, ഈ അത്ഭുതമായ പ്രതിഭാസം,
മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത പ്രതിഭാസം. അതിനെ എപ്രകാരമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് അത്ഭുത പരതന്ത്രനായി ആദാം അവനോട് തന്നെ ചോദിക്കുകയും അവൻ്റെ മുമ്പ് നിൽക്കുന്ന സ്ത്രീയെ മനസ്സിലാക്കാൻ തത്രപ്പെടുകയും ചെയ്യുകയാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കാരണം ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ ഇതുവരെ ഞാൻ വേദപുസ്തകത്തിലായിരുന്നു, ഇനി ഞാൻ വേദപുസ്തകമോട്ട് മാറ്റിവെച്ച് പൊതുവായ അന്വേഷണം മാത്രം നടത്താൻ പോവുകയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിന് നമുക്ക് 2 മാതൃകകൾ കാണാൻ സാധിക്കും. ഇതാണ് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആദാമിൻ്റെ മാതൃക. അതായത് ശാരീരിക ബന്ധത്തിന് മുൻപ് ചിന്തയിലൂടെ സ്ത്രീയെ അറിയുക, സ്ത്രീയെ അറിയുക. സ്ത്രീയെ അറിയാതെ ബന്ധം പുലർത്തുമ്പോഴാണ് ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ സ്ത്രീയെ ആത്മീയമായും ബൗദ്ധികമായും ഹൃദയത്തിൻ്റെ ആഴത്തിൽ അറിയുമ്പോൾ അതിൽ കൂടെ സ്ത്രീയും പുരുഷനും നിലനിൽപ്പുള്ള പോഷകം നിറഞ്ഞ വൈകാരിക സംതൃപ്തി നൽകുന്നതും ജീവിതത്തിൽ സ്ഥിരത നൽകുന്നതുമായ ഒരാത്മീയ ഐക്യം സൃഷ്ടിക്കുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത നിലനിൽപ്പുള്ള ഒരു സമഗ്രമായ സ്ത്രീ പുരുഷ ബന്ധം അതിൽ കൂടെ ഉടലെടുക്കുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, സ്ത്രീയും പുരുഷനും ഒരു ശരീരമായി തീരും. ഒരു ശരീരമായി. ഇവിടെ മാംസം, വൺ ഫ്ലഷ് എന്നത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി ഗൂഗിളിനെ കൊണ്ട് മലയാളത്തിലോട്ട് എഴുതിപ്പിച്ചതാണ്. അപ്പോൾ ഗൂഗിൾ മണ്ടത്തരം പറയും എന്നതിൻ്റെ ഉദാഹരണമാണ്. ഒരു മാംസം എന്നല്ല, ഒരു ശരീരം എന്ന വാക്കാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശരീരമായി തീരുന്നെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ സ്ഥിരതയുണ്ടാകും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചു ഓടിയും പാത്തും 1000 പേരെ അന്വേഷിച്ച് നടക്കയില്ല എന്നത് ഈ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സങ്കല്പം അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്ന രീതിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വേദപുസ്തകത്തിൽ ആദാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ആദാം ഹവ്വായെ കാണുന്നതിന് മുൻപ് ദൈവം സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ അവയ്ക്കെല്ലാം പേരിട്ടു എന്ന് പറയുന്നു. എൻ്റെ അർത്ഥം, ഹവ്വായുമായി പരിചയപ്പെടുന്നതിന് മുൻപ്, ഹവ്വായെ മനസ്സിലാക്കുന്നതിന് മുൻപ്, ഹവ്വായെ അറിയുന്നതിന് മുൻപ് ആദാം സർവസൃഷ്ടിയുമായി ആത്മീയ ഐക്യമുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പം അവിടെ പ്രകൃതിയുമായുള്ള ഐക്യവും പെണ്ണുമായുള്ള ഐക്യവും സമാനമായിട്ടാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഈ അടുത്ത കാലത്ത് മാത്രമാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്ന പോലെ ഹവ്വ എന്ന പേരിടുന്നതിന് മുൻപ് ആദാം സകല ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയും പേര് നൽകി. അത് സൃഷ്ടിയോടുള്ള ആദാമിൻ്റെ ആത്മീയ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഇനിയും അതാണ് ആത്മീയമായ മാതൃക. അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ആഴത്തിൽ അറിയുന്നതിൽ കൂടെ അവർ ശാരീരികമായ ഒന്നായിത്തീരുന്നതിന് മുൻപ് അവർ വൈകാരികവും ബൗദ്ധികവും ആത്മീയവുമായി ഒന്നായിത്തീരുന്ന അവസ്ഥ. അതിൽ കൂടെ സ്ത്രീയും പുരുഷനും ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ നിലനിൽക്കുന്ന ബന്ധം നിലനിൽക്കുന്നുള്ള ഒരു റിലേഷൻഷിപ്പ് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് വേദപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാട്. പക്ഷെ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഞാൻ സൂചിപ്പിച്ചു 2 സമീപനങ്ങൾ. സമകാലീന സാംസ്കാരികമായ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല. മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്. ആധുനിക സംസ്കാരം, അതായത് ഭൗതിക ഉപഭോക്തൃ സംസ്കാരം, കൺസ്യൂമറിസ്റ്റ് മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ, അത് മനുഷ്യൻ്റെ ശരീരത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു. ശാരീരികമായ പ്രേരണ, അതായത് ഫിസിക്കൽ ഇമ്പൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് മനുഷ്യൻ മറ്റ് മൃഗങ്ങളുമായി പങ്കിടുന്നതാണ്. എല്ലാ മൃഗങ്ങൾക്കും ശാരീരികമായ പ്രേരണകളുണ്ട്, ഫിസിക്കൽ ഇമ്പൾസസ് ഉണ്ട്. ഒരു മൃഗത്തിനും മറ്റൊരു മൃഗത്തെ ആദാം ഹവ്വായെ അറിഞ്ഞതുപോലെ അറിഞ്ഞിട്ട് ശാരീരികമായ ബന്ധം പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല.
അവ ശാരീരികമായ പ്രേരണയുടെ തിരത്തളവിൽ വേഴ്ച നടത്തുന്നു, പിരിയുന്നു, അവിടെ വഴിക്ക് പോകുന്നു. ഇത് മൃഗങ്ങളുടെ ലെവലിൽ മനുഷ്യർക്ക് ജീവിക്കാനുള്ള വഴിയൊരുക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. ആ സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ പേര് ഭൗതിക ഉപഭോക്ത സംസ്കാരം എന്നാണ്. മെറ്റീരിയലിസ്റ്റിക് കൺസ്യൂമറിസ്റ്റ് കൾച്ചർ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു നോവൽ D.H. ലോറൻസ് എഴുതിയ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു നോവൽ, അതിലെ ഒരു ക്യാരക്ടറാണ്, കഥാപാത്രമാണ് വോൾട്ടർ മൊറേൽ. MOREL. അദ്ദേഹം ഒരു ഖനി തൊഴിലാളിയാണ്. ഈസ് എ കോൾ മൈനർ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഗർട്രൂഡ് എന്നാണ്. ഗർട്രൂഡും വോൾട്ടർ മൊറേലും വളരെ വ്യത്യസ്തമാണ്. ഗർട്രൂഡ് ബൗദ്ധികമാണ്, ഇൻ്റലക്ച്വലാണ്. എന്നാൽ വോൾട്ടർ മൊറേൽ വെറും ശാരീരികമായ ഇമ്പൾസ്. ഈസ് എ ഫിസിക്കൽ മാൻ. ഇവർ തമ്മിൽ ഭയങ്കര പ്രയാസമാണ്. ഭാര്യയും ഭർത്താവുമാണ്, അവർ പിരിയുന്നില്ല, പക്ഷേ ഇവർ തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ഒരു വലിയ ഇച്ഛാഭംഗത്തിലാണ് ഗർട്രൂഡ് മൊറേൽ ജീവിതം മുഴുവനും കഴിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന നോവൽ D.H. ലോറൻസ് എഴുതിയിട്ടുള്ളത്. അത് ആധുനിക ലോകത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് ഏതാണ്ടൊരു 70-80 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ നോവലിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അപ്പോൾ മനുഷ്യ വ്യക്തിത്വത്തിൽ ഇപ്പോൾ മനുഷ്യ സൃഷ്ടിക്കുന്ന സംസ്കാരത്തിൻ്റെ ആ തിരത്തള്ളൽ കൊണ്ട് മനുഷ്യന് ചിന്തിക്കാനുള്ള താല്പര്യവും അതുപോലെ ചിന്തിക്കാനുള്ള കഴിവും കുറഞ്ഞു വരുന്നു. തൽഫലമായി മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു അസന്തുലിതാവസ്ഥ, ഇന്നർ ഇംബാലൻസ് ഉണ്ട്. അത് ആ അസന്തുലിതാവസ്ഥയിൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അടക്കി ഭരിക്കുന്നത് അവൻ്റെ ശരീരം മാത്രമാണ്. മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അടിമയാണ്. അതുകൊണ്ട് വരുന്ന ശിഥിലീകരണങ്ങൾ, അബറേഷൻസ് വളരെ കൂടുതലാണ്. ഒരു വ്യക്തി കേവലം ശരീരമായും അതിൻ്റെ വാസനകളുടെ തിരത്തളലായും ചുരുങ്ങിപ്പോകുന്നു. തൽഫലമായി മനുഷ്യൻ മൃഗങ്ങളെ പോലെ ആയിത്തീരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ മൈത്രേയൻ എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിരാക്ഷസൻ, മനുഷ്യൻ വെറും മൃഗമാണ്, മനുഷ്യന് മൃഗങ്ങളെ പോലെ വസിക്കാനും ലൈംഗികമായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം വേണം, അങ്ങനെ ജീവിക്കുന്നവരാണ് മിടുക്കർ, ബാക്കിയുള്ളവരൊക്കെ പോഷന്മാരാണ് എന്ന് അദ്ദേഹം പറയുകയും, അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വളരെ ഉച്ചത്തിൽ കൈയടിക്കുവാനും അദ്ദേഹത്തെ സാംസ്കാരിക നേതാവ് നെഞ്ചിലേറ്റാനും കേരളത്തിൽ അനേക ആയിരങ്ങൾ ഇപ്പോൾ ഉരുമ്പെടുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാം. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി നാം ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ ഇതുവരെ വെളിപ്പെട്ടു വന്ന 3 ബന്ധങ്ങളും അതിലെ പൊതുവായ ഘടകത്തിൽ നമുക്കറിയാം, ഒരു കാലത്ത് സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ശ്രമം നടത്തിയിരുന്നു. ഇംഗ്ലീഷിൽ കോർട്ട്ഷിപ്പ് എന്ന് പറയും. യങ് മെൻ ആൻഡ് വിമൻ കോർട്ടഡ് ഈച്ച് അതർ. അതവർ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പരസ്പരം അറിയാനായി കുറേ സമയമൊക്കെ എടുത്ത് അവർ വല്ലപ്പോഴുമൊക്കെ കണ്ട് സംസാരിച്ച് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അങ്ങനെ അവർ തമ്മിൽ വൈകാരികമായ ആരോഗ്യമുള്ളതും ബൗദ്ധികമായ പ്രസക്തിയുള്ളതും ആത്മീകമായ വെളിച്ചമുള്ളതുമായ ആഴമുള്ളതും സ്ഥിരതയുള്ളതുമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൽ അവർ വിജയിക്കുന്നു. അങ്ങനെ വിജയിക്കുന്നവർ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ വിവാഹ ജീവിതം സ്ഥിരതയുള്ളതായിത്തീരുന്നു. അത് വേദപുസ്തകത്തിൽ പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും ഒരു ശരീരമായിത്തീരുന്നു. ഇതാണ്. എന്നാൽ ഇതുവരെ വെളിപ്പെട്ടു വന്ന രാഹുലിൻ്റെ 3 ബന്ധത്തിൽ ഈ ഒരു ഘടകം അല്പം പോലും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പം ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം അതുപോലെ ശരിയാകണമെന്നില്ല, പക്ഷേ അത് ശരിയാണ് എന്ന അർത്ഥത്തിൽ വേണം തൽക്കാലം നമുക്ക് ചിന്തിക്കുവാൻ. അല്ല എന്ന് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ തിരുത്തുവാനും ഇടയാകുമല്ലോ.
അപ്പോൾ രാഹുലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പെൺകുട്ടികളുമായി കോഡ്ഷിപ്പ് അതൊരു കാര്യമേ ഇല്ല. കണ്ടു, ശരീരങ്ങൾ കൂട്ടിമുട്ടി, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, അതിപ്പോൾ കേസായി. ഇതാണ് വരുന്നത്. ഒരാൾ മറ്റൊരാളെ അറിയാൻ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ യുവാവും യുവതിയും തമ്മിൽ കോഡ്ഷിപ്പ് ആവശ്യമില്ല എന്ന ഒരവസ്ഥ വന്നത്? എന്തുകൊണ്ടാണ് ഈ പരാതികൾ ശരിയാണെങ്കിൽ രാഹുൽ ഒരു പെൺകുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി രാഹുലിനെ കണ്ടു, ഉടനെ ശാരീരികമായ ആക്രമണം നടന്നു? അതുകൊണ്ട് അതൊരു കോമൺ പാറ്റേൺ ആയിട്ടാണ് ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടുള്ളത്. ഇനിയും ഞാനിപ്പോൾ ഒരു പുസ്തകം ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോളിൻ വിൽസൺ എന്ന ഒരു എഴുത്തുകാരൻ 1966 എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ, അത് ഇംഗ്ലീഷ് പുസ്തകമാണ്. അതിൻ്റെ പേര് ദി ഒറിജിൻസ് ഓഫ് ദ സെക്ഷൽ ഇമ്പൾസ് എന്നാണ്. ദി ഒറിജിൻസ് ഓഫ് ദ സെക്ഷൽ ഇമ്പൾസ് ബൈ കോളിൻ വിൽസൺ, 1966. നിങ്ങൾക്കിത് നെറ്റിൽ നിന്ന് എടുത്ത് ഫ്രീ ആയി വായിക്കാൻ സാധിക്കും. ഡിജിറ്റൽ ബുക്സ് അവൈലബിൾ ആണ്. ഒരുപക്ഷെ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ്. അതിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇവിടെ പ്രസക്തമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോളിൻ വിൽസൺ പറയുന്നത് ആധുനിക ലോകത്തിൽ ഒട്ടുമുക്കാലും സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം നടക്കുന്നത് അപരിചിതരുടെ ശരീരങ്ങളുടെ ഏറ്റുമുട്ടലായിട്ടാണ്. അത് വളരെ ശ്രദ്ധിക്കണം. അപരിചിതരുടെ ശരീരങ്ങളുടെ ഏറ്റുമുട്ടൽ മാത്രമാണ്. the bodily encounters of strangers. സ്ത്രീയും പുരുഷനും പരസ്പരം അറിയണമെന്നില്ല. രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടലാണ്. ഇപ്പോൾ ഒരു ട്രക്കും ഒരു ലോറിയും ബസ്സും കൂട്ടിയിടിക്കുന്നത് പോലെ രണ്ട് ശരീരങ്ങൾ കൂട്ടിയിടിക്കുന്നു. അതിൻ്റെ പേരാണ് ആധുനിക ലോകത്തിലെ ലൈംഗിക ബന്ധമെന്ന്. ഇതെൻ്റെ അഭിപ്രായമല്ല. ഞാൻ അതുകൊണ്ടാണ് ഈ അതിൻ്റെ കേന്ദ്രം ഞാൻ വെളിപ്പെടുത്തുന്നത്, സോഴ്സ് വെളിപ്പെടുത്തുന്നത്. കോളിൻ വിൽസൺ, ഒറിജിൻസ് ഓഫ് ദ സെക്ഷൽ ഇമ്പൾസ്, 1966. അപ്പൊ അദ്ദേഹം പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിൽ, അതായത് ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിലുള്ള ജനങ്ങൾ അവരുടെ വീടുകളിൽ പോലും പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപരിചിതരാണ്. ലൈഫ് പാർട്ട്നേഴ്സ് ആർ ഓൾസോ സ്ട്രേഞ്ചേഴ്സ് ടു ഈച്ച് അതർ. രണ്ട് ശരീരങ്ങൾ അവർ ഒന്നായിത്തീരുന്നില്ല. അത് ആധുനിക ലോകത്തിന്റെ ഒരു വലിയ വ്യാധിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോ ഇനി അടുത്തായി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വളരെ കഴിവുള്ള, ജനപ്രീതി ആർജിച്ച ഒരു ജനപ്രതിനിധിയാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, വളരെ പോപ്പുലറാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി എത്രമാത്രം ആളുകളെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നുവോ, പീപ്പിൾ ഓറിയന്റഡ് പേഴ്സൺസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്രത്തോളം അവൻ്റെ ഉള്ളിൽ ലൈംഗിക പ്രേരണ ശക്തമാണ്. മൂന്ന് തരത്തിലുള്ള വ്യക്തിത്വമുണ്ട്. ഒന്ന് തിങ്സ് ഓറിയന്റഡ് പീപ്പിൾ, രണ്ട് പീപ്പിൾ ഓറിയന്റഡ് പീപ്പിൾ, മൂന്ന് ഐഡിയാസ് ഓറിയന്റഡ് പീപ്പിൾ. ഇതിൽ തിങ്സ് ഓറിയന്റഡ് വ്യക്തികൾക്കും ഐഡിയാസ് ഓറിയന്റഡ് വ്യക്തികൾക്കും ലൈംഗികമായ പ്രവണത ഉണ്ട്. പക്ഷേ അത് ഈ പീപ്പിൾ ഓറിയന്റഡ് ഇൻഡിവിജ്വൽസിനേക്കാൾ ബലഹീനമായിരിക്കും. രാഹുൽ ഈ പീപ്പിൾ ഓറിയന്റഡ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ന്യായമായ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലൈംഗികമായ പ്രേരണ ശക്തമായിരിക്കും. പക്ഷെ അതേസമയം തന്നെ അങ്ങനെയുള്ള വ്യക്തിത്വം സ്ഥിതി ചെയ്യുന്നത് നാം ഇതുവരെ അറിയാൻ ശ്രമിച്ചതുപോലെ വ്യക്തികൾ പരസ്പരം അറിയാതെ ശരീരങ്ങളുടെ കൂട്ടിമുട്ടലാണ് സ്ത്രീ പുരുഷ ബന്ധമെന്ന് ധരിച്ചിരിക്കുന്ന ഒരു യുഗത്തിലും സമൂഹത്തിലും സംസ്കാരത്തിലുമാണ്. അതുകൊണ്ട് തൻ്റെ ഈ ആന്തരികമായ പോഷണം, ശക്തി, ഊർജം, ശരീരത്തിൻ്റെ ഊർജം, അത് പ്രയോഗിക്കുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക്, ആളിൽ നിന്ന് മൂന്നാമത്, മൂന്നാളിൽ നിന്ന് നാലാമത്, ഇങ്ങനെ ആയിരിക്കും. അത് യാതൊരു അതിശയോക്തിയുമില്ല. അങ്ങനെ ആയില്ലെങ്കിൽ മാത്രം അത്ഭുതപ്പെട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് ബന്ധം ആവശ്യമില്ല, പരിചയം മാത്രം മതി. ബന്ധം ആവശ്യമില്ല, അതായത് പാർട്ട്നേഴ്സിനെ ആവശ്യമില്ല, പരിചയക്കാരെ മാത്രം മതി. സ്ത്രീ പുരുഷ ബന്ധത്തിലെ ലൈംഗികത പരിചയപ്പെടുന്നതിലുള്ള ഒരു ചെറിയ ഒരു എൻ്റർടൈൻമെന്റ് എന്ന വിധത്തിൽ ഈ കാലത്ത് വ്യാപകമായി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന്
സാമൂഹ്യ ബോധം വളർത്തിയെടുക്കാൻ സാംസ്കാരികമായ അറിവുള്ളവർ ശ്രമിച്ചിട്ടുള്ളവർ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് രാഹുലിനെ വേട്ടയാടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ എന്ന് ദയവായി ചിന്തിക്കുക. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ, അതായത് ഭൗതിക ഉപഭോക്തൃ സംസ്കാരത്തിൽ മനുഷ്യ വ്യക്തിത്വം ശരീരമായി മാത്രം ചുരുങ്ങുകയും അതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ മൃഗതുല്യമായ പ്രവണതകൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധം പുരുഷൻ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതിൻ്റെ ഒരു രംഗമാണ്. ഒരു കോൺക്വസ്റ്റ് എന്ന് പറയും. അത് ഒരു സൈനിക പോരാട്ടം പോലെയാണ്. ഒരു രാജ്യം യുദ്ധം ചെയ്ത് മറ്റൊരു രാജ്യത്തെ കീഴടക്കുന്നത് പോലെ, അങ്ങനെ കീഴടക്കുമ്പോൾ പ്രാപിക്കുന്ന വൈകാരികമായ ഒരു സംതൃപ്തി പോലെ, ഒരു യൂഫോറിയ പോലെയാണ് ഒരു വ്യക്തി, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും താൻ ലാക്കാക്കിയിരിക്കുന്ന വ്യക്തിയെ ലൈംഗികമായി കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള ഒരു കേസിൽ ഒരു യുവതി അദ്ദേഹത്തെ അന്വേഷിച്ച് ഇവിടെ വന്നു, അവിടെ പോയി, ഇവിടെ പോയി. അതൊരു കോൺക്വസ്റ്റിന്റെ രൂപത്തിലാണ് വാസ്തവത്തിൽ. അപ്പൊ പുരുഷൻ മാത്രമല്ല, സ്ത്രീയും ഈ കീഴ്പ്പെടുത്തുക, ആരെയും എങ്കിലും എൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തുക, ബന്ധത്തോട് താല്പര്യമില്ല, കീഴ്പ്പെടുത്തുന്നതിലാണ് താല്പര്യം എന്ന ഒരു അഭിരുചി ഈ ഭൗതിക സംസ്കാരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു ലൈംഗിക അരാജകത്വം ന്യായമായും ഉണ്ടാകും. സെക്ഷുവൽ പ്രൊമിസ്ക്യൂറ്റി എന്ന് പറയും. കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്ന്, അതിൽ സ്ഥിരതയുള്ള ബന്ധം സ്ഥാപിച്ച് വൈകാരികവും ആധ്യാത്മികവുമായ സംതൃപ്തി കണ്ടെത്തുക, സുരക്ഷിതത്വം അനുഭവിക്കുക. രണ്ട്, അത് സാധ്യമല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് അങ്ങനെ ഒഴുകി നടന്ന് വൈവിധ്യത്തിൽ കൂടെ സംതൃപ്തി അനുഭവിക്കും. അതിനാണ് സെക്ഷുവൽ പ്രൊമിസ്ക്യൂറ്റി എന്ന് പറയും. അപ്പൊ നമ്മുടെ സംസ്കാരം ആദ്യത്തെ സാധ്യതയെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, അതിൽ താല്പര്യമില്ല. പൊതുവായിട്ടുള്ളത് അതിന് പകരം വെക്കാൻ എന്തുണ്ട്? അത് വൈവിധ്യം മാത്രമാണ്. അത് ഒരാളിൽ തന്നെ തങ്ങി നിൽക്കുന്നത് മണ്ടത്തരമാണ് എന്ന് വളരെ വ്യക്തമായി മനുഷ്യർ ഇപ്പോൾ ചിന്തിക്കുന്ന നമ്മുടെ മൈത്രേയൻ തന്നെ പറയുന്നത്. നിങ്ങൾ ഒരാളിൽ മാത്രം തങ്ങി നിന്നാൽ നിങ്ങൾ മണ്ടനാണ്. ഇപ്പോൾ എന്താണ് പറയുന്നത്, മുകേഷ് അംബാനിക്ക് 50,000 കോടി ഉണ്ടായിട്ട് എന്താണ്, അവൻ മണ്ടനാണ്, ഒരേ ഒരു ഭാര്യയും കൊണ്ട് മാത്രം നടക്കുന്നു എന്ന് മൈത്രേയൻ പറയുമ്പോൾ കേരളത്തിൽ അതിന് വലിയ കൈയടി കിട്ടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഈ അവതരിപ്പിച്ച ആശയത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സ്ഥിരമായ സ്ത്രീ പുരുഷ ബന്ധം സാധ്യമല്ലെങ്കിൽ പിന്നെ ആകെപ്പാടെ അവശേഷിക്കുന്ന സാധ്യത സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരികയും ആരും ഒരാളിൽ തന്നെ തങ്ങി നിൽക്കാതെ എത്രയും വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വിവിധ വ്യക്തികളെ ഉപകരണങ്ങളായി ഉപയോഗിച്ച് കൈപ്പറ്റാമെന്ന ഒരേ ഒരു താല്പര്യത്തിൽ മാത്രമേ പിന്നെ വ്യക്തികൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് ഒരു പരക്കെയുള്ള സത്യമാണെങ്കിലും ഇത് സത്യമാണെന്ന് ആരും അംഗീകരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഏകമെന്നതിൽ നിന്ന് അനേകത്വത്തിലേക്ക് പോവുകയാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൽ 3 ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ഘട്ടത്തിൽ ആദാമും ഹവ്വയും തമ്മിലുള്ള ബന്ധം ഞാനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ബന്ധം റോമിയോയും ജൂലിയറ്റും. റോമിയോ അവർ പരസ്പരമായി കോർട്ട്ഷിപ്പ് നടത്തി, അവരറിയാൻ ശ്രമിച്ചു, ആഴത്തിൽ സ്നേഹമായി. അങ്ങനെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അത് ലൈംഗിക ഉപഭോക്ത വ്യക്തിത്വം. ആദാമിനെയും വേണ്ട, റോമിയോയും വേണ്ട. സമൂഹം ലൈംഗിക സംതൃപ്തിയുടെ ഒരു കമ്പോളമാണ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റാണ്. എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിക്കാം, സ്വീകരിക്കാം, ഉപയോഗിക്കാം എന്ന ഒരവസ്ഥയിലേക്ക് നാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പൊതുവായ പ്രതിഭാസമാണ്, ആവിഷ്കാരമാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകമായ ഒരു രോഗമാണെന്നും രാഹുൽ മാങ്കൂട്ടം മാത്രം കേരളത്തിലെ ഏക ഞരമ്പ് രോഗിയാണെന്നും അവനെ വല്ലവിധനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ കേരളം പിന്നെ ധാർമ്മികമായ ജീവിതത്തിൻ്റെ ഭൂമത്തെയാകുമെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. സത്യം തൊട്ട് തേച്ചിട്ടില്ല.
അത് അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ടാണ് മാങ്കൂട്ടത്തിനെതിരെ പലവിധമായ കേസുകൾ ഇങ്ങനെ അടിക്കടി വരുമ്പോൾ, ഓരോ കേസ് വരുമ്പോഴും ആളുകൾ കൂടുതൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് കരുണയും കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ. കാരണം ഇതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ വേട്ടയാടുന്നത് അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ ഏക ധാർമ്മിക അരാജകത്വത്തിൻ്റെ പ്രതിഭാസമായിട്ടല്ല, പിന്നെയോ അദ്ദേഹം ജനപ്രിയനും ഭാവി വാഗ്ദത്വമുള്ള ഒരു വ്യക്തിയായിട്ട് ആയതുകൊണ്ട് മാത്രമാണ് എന്നത് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു. കേരളത്തിലെ ജനം തിരിച്ചറിയുന്നു എന്നത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് കൊള്ളായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി പിടിച്ച് എവിടെയെങ്കിലും കാരാഗ്രഹത്തിൽ അടച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് വിചാരിക്കുന്നത് തികച്ചും കാപട്യമാണ്. മിക്ക മലയാളികളും ഈ അവബോധം ഉള്ളവരാണ്. അവരതുകൊണ്ട് കൂടുതൽ കൂടുതൽ മാങ്കൂട്ടത്തെ വേട്ടയാടും തോറും അവർ കൂടുതൽ കൂടുതൽ ആ യുവാവിനോട് അടുക്കും. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു പശ്ചാത്തലം സൃഷ്ടിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏതാണ്ട് സാധിച്ചു എന്ന പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.